സ്റ്റാർട്ടിംഗ് അവർ ലോ ബഡ്ജറ്റ് ബിസിനസ് ഡേ 1 അങ്ങനെ പറയുമ്പോഴായിരിക്കും ഭയങ്കര സംഭവമാക്കാൻ പോകുന്നത്. സംഭവം ഒന്നല്ല, 3 ദിവസം ഒരു അമ്പല പരിപാടി ഉണ്ട്. ആടെ നമ്മൾ ഐസ്ക്രീം സ്റ്റാർട്ട് ഇടാൻ പോയിരുന്നു. അതാ പരിപാടി. ഇതിന് നമുക്ക് ബിസിനസ് എന്നോ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയാം, കാരണം 3 കഠിന പ്രയത്നമാണ് സംഭവം. സോ ഫസ്റ്റ് വി ഡിസൈഡ് ദ പ്ലേസ്. പിന്നെ അമ്പല പരിപാടിക്ക് അമ്പലത്തിന്റെ മുമ്പിലല്ലേ ഇടല് പൊട്ട. പിന്നെ ബിസിനസ് പാർട്ട്ണറിന്റെ ഷോപ്പ് അമ്പലത്തിന് മുമ്പിലാത്തോണ്ട് നമുക്ക് വേറൊരു ഷോപ്പ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. സോ ദാറ്റ്സ് വെരി സിമ്പിൾ. സോ നമ്മുടെ സ്റ്റാർട്ട് തന്നെ ഭാഗമായി നമ്മൾ ഷോപ്പ് ഫുൾ ഒന്ന് ക്ലീൻ ആക്കാൻ പോകുന്നത്. അതാ പരിപാടി. ഞാൻ മെയിൻ ആയിട്ട് എന്റെ എല്ലാവർക്കും കൂടെ പണി ചെയ്യിപ്പിച്ചെങ്കിലും ലാസ്റ്റ് ഞാൻ തന്നെ പണി ചെയ്യേണ്ടി വന്നു. സോ നമ്മുടെ പ്രോഫിറ്റ് കൂടാനും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കുറയാനുള്ള മെയിൻ കാരണം ഈ ഫ്രീസർ തന്നെയാണ്. ഐസ്ക്രീം വെക്കാൻ വേറെ സ്ഥലം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അടുത്തതിന് വേണ്ടി ചില മെയിൻ പബ്ലിസിറ്റി ആണ്, കാരണം ആൾക്കാർ കണ്ടറിഞ്ഞ് വരണം ഐസ്ക്രീം ഇവിടെ ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ ഫ്രീസർ എടുത്ത് പുറത്തിട്ടു. നമ്മൾ അങ്ങനെ ഒരു സാധനം എടുക്കാൻ പോകുന്നത്. നമുക്ക് സാധനം എടുത്ത് തരാം. നെക്സ്റ്റ് മെയിൻ സ്റ്റെപ്പ് സാധനങ്ങൾ ഉണ്ടെങ്കിൽ കച്ചവടം ചെയ്യാൻ പറ്റും. സോ ബാക്കി സാധനങ്ങളായ ഐസ്ക്രീം, കോണും ബാക്കി പരിപാടികളും നേരെ വരാം. സാധനം വാങ്ങുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും വില കുറഞ്ഞ എവിടെ നമുക്ക് ഹോൾസെയിൽ കിട്ടും അതാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മൾക്ക് എങ്ങനെ ലാഭം കണ്ടുപിടിക്കാതില്ലാണ് നമ്മൾ നിജാസിനെ കൊണ്ട് ഒരു നാരങ്ങ സോഡി അടുപ്പിച്ച് നമ്മൾ നേരെ പൈൻ്റെ കിട്ടും. ബാക്കി അടുത്ത എപ്പിസോഡിൽ. അപ്പൊ ശരി.